മൂവി ഓഫ് അത് ഒരു പാർക്ക്. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതിന്. ഇന്ന് അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആണെന്ന് പറയാം. എൻ്റെ കിച്ചണിൽ സാധാരണ ഇങ്ങനെ ഇത്ര ലൈറ്റ് ഉണ്ടാവില്ല. ഒരു വിൻഡോ ഉണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് ആയതുകൊണ്ട് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല വെളിച്ചം കണ്ടിട്ട് ഞാൻ ഇവിടെയുള്ള ലൈറ്റെല്ലാം ഓഫാക്കി നമ്മൾ എന്താ പറയുക നാച്ചുറൽ ലൈറ്റ് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഫസ്റ്റ് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പാത്രങ്ങളും പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിന്. അപ്പോൾ ഇഡ്ഡലീൻ്റെ ആ ഒരു പാത്രം തന്നെ ഉണ്ടാവുമല്ലോ കുറേ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അതിന് ശേഷം നമ്മളൊരു സിമ്പിൾ ലഞ്ചും പിന്നെ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിന്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പാത്രമെല്ലാം കഴുകി വെക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചോറിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം ഒന്ന് കഴുകി അടുപ്പത്ത് വെക്കട്ടെ. അതാവുമ്പം ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചോറ് അവിടെ റെഡിയായി കിട്ടും. ഞാൻ അധികം ചോറ് നേരത്തെ വെക്കും. നല്ല തണുപ്പെല്ലാം ആ ഒരു ക്ലൈമറ്റിൽ മാത്രം കുറച്ച് ലേറ്റായിട്ട് വെക്കും. അങ്ങനെ പറയാൻ മറന്ന്, ഇന്ന് വെള്ളിയാഴ്ച കേട്ടാ. അപ്പോൾ കുട്ടികളെല്ലാം ഓരോരുത്തരായി റെഡിയായി വരുന്നേ ഉള്ളൂ. ആഹിൽ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിന്, കാര്യം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. ആരും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളെല്ലാം കഴിഞ്ഞിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രമെല്ലാം കുറച്ചൊന്ന് കഴുകി വെക്കാറുണ്ട്. അതെല്ലാം കഴുകി വെച്ച് കിച്ചണൊന്ന് പെട്ടെന്നൊന്ന് ക്ലീനാക്കും. പിന്നെ ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് ക്ലീനാക്കിയിടുക. പിന്നെ ബെഡ്റൂം കാര്യങ്ങളെല്ലാം പിന്നെ കുട്ടികൾ തന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. ഈ നോമ്പിന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഡിസ്പെൻസർ. ഇതിൽ ജ്യൂസ് ഒഴിക്കാമെന്നുള്ള പ്ലാനിൽ വാങ്ങിയതാണെങ്കിലും ഇതുവരെ ഇതിൽ ജ്യൂസ് ഒഴിച്ചിട്ടില്ല. പകരം വെള്ളം തന്നെ ഒഴിച്ചിന്. കാര്യം ഇവിടെ എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും കുടിക്കുന്നൊരു സംഭവം വെള്ളം കേട്ടോ. ജ്യൂസ് ആക്കിയാലും എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം ഇതിലൊഴിക്കാൻ മാത്രം ഉണ്ടാവില്ല. അപ്പം ഞാൻ സാധാ ജഗ്ഗിൽ തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ നോമ്പിന് യൂസ് ചെയ്യുക ചെയ്തത്. ഇത് പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കിന്. ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ വെജിറ്റബിളെല്ലാം തീർന്നിന്. അപ്പം അത് വാങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിടും. പഴയ വെജിറ്റബിൾസോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മേലെയുള്ള റാക്കിലേക്ക് മാറ്റി വെച്ച് അങ്ങനെയെല്ലാം. അപ്പം അതിൻ്റെ ഇടയിൽ 2 മാങ്ങയും നോമ്പിന് വാങ്ങിയതാണ്, താഴത്തായിപ്പോയി കണ്ടിട്ടില്ല. അങ്ങനെ 2 മാങ്ങയും ഒരു പേരെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ആഹിലിന് മാങ്ങേൻ്റെ തോല് കംപ്ലീറ്റ് കളഞ്ഞ് അങ്ങനെ എന്താ പറയുക ചെറിയ പീസസ് ആക്കിയിട്ട് കൊടുക്കും. ഓനിക്ക് അങ്ങനെ ഇഷ്ടം. ബാക്കി ഫാത്തിമാക്കും ഐഷാക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇഷ്ടം.
അങ്ങനെ അത് അവർക്ക് കൊടുത്ത് പിന്നെ ഞാനിത് അതിൻ്റെ ഇടയിൽ പ്രോൺസ് വൃത്തിയാക്കി എടുത്തിനെ, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് നമ്മൾ കൊഞ്ചെന്ന് പറയാം, കൊഞ്ചൻ്റെ തലയും എടുക്കും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ തല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, റൈസ്ക്കാക്കും കുട്ടിയൊക്കൊന്നും ഇഷ്ടമില്ല. പക്ഷേ പൊതുവേ പറയാം കൊഞ്ചൻ ചോറ്, കൊഞ്ചൻ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു തലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുമെന്ന് പറയും. ഇത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വറ്റൽമുളകില്ലേനു, അത് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിന്. പിന്നെ ചെറിയുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് പിന്നെ പുളിയും ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മുഴുവനായിട്ടുള്ള വറ്റൽമുളകിൻ്റെ ഇടയിൽ, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഇല്ല, തീർന്നിട്ടുള്ള, അപ്പം ഞാൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ആ ഒരു ഉള്ളി ആ ഒരു മിക്സും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ, ഉപ്പ്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇത് ഈസിയായി ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പിന്നെ പപ്പടം സാധാ പോലെ പൊടിച്ച് ചേർത്താൽ മതി. അതല്ല പ്ലെയിനായിട്ട് ഇവിടെ എല്ലാവർക്കും പപ്പടം മിക്സ് ചെയ്യുന്ന ഇഷ്ടമില്ല. അപ്പം കുറച്ചാൾക്ക് പപ്പടം ഞാൻ അങ്ങനെ തന്നെ മുഴുവനായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. പപ്പടം മിക്സ് ചെയ്യണമെന്നില്ല സത്യത്തിൽ. ഇനിയിപ്പം കൊഞ്ചൻ, അതായത് നമ്മളെ ചെമ്മീനൊന്ന് സിമ്പിളായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും പൊടികളും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിന്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച പ്രോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് നേരമല്ലേ വെക്കും. സീ ഫുഡ് പൊതുവേ കുറച്ച് നേരം കുക്ക് ചെയ്യണ്ടെന്ന് പറയും. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റബ്ബറിൻ്റെ ആ ഒരു ടൈപ്പ് ആവും എന്ന് പറയും. അപ്പോൾ അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല, ഒരു കുറച്ച് നേരം. അപ്പോൾ പ്രോൺസ് റെഡി ആകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ആക്കി വെക്കാം. ഓരോരോ പണിയായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് വെക്കാനോ. ഞാൻ ഇതുപോലെ ചെറിയ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ പപ്പടം ഫ്രൈ ആക്കി എടുക്കലാട്ടോ. ചില സമയത്ത് കട്ട് ചെയ്തിട്ടും പപ്പടം ഫ്രൈ ആക്കലുണ്ട്. അത്ര ഓയിലല്ല യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓയിൽ പിന്നെ ഞാൻ റീയൂസ് ചെയ്യൂല, ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ പാനിൽ ചെയ്തിട്ട് ആ ഓയിൽ അന്നേരം തന്നെ അങ്ങ് കളയും. ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ആദ്യം ഞാൻ വിചാരിച്ച് ഫുഡ് പ്രോസസ്സറിൽ ഇടാമെന്ന്, പിന്നെ അത് എടുക്കാനുള്ള മടിക്ക് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇത് പപ്പടവും കൂടെ മിക്സ് ചെയ്തിട്ട്, സ്പൂണ് വേണ്ട, സ്പൂണും കൊണ്ടൊന്നും മര്യാദയ്ക്കാവില്ല, നമ്മളെ കൈ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഓളാക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ വെക്കാം. നമ്മളെ ചമ്മന്തിയും പിന്നെ പ്രോൺസും ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങും കൂടെ റെഡി ആക്കുന്നുണ്ട്. ഈ ഒരു ക്രിസാൻഡ് ഞാൻ നോമ്പിൻ്റെ സമയത്ത് വാങ്ങിച്ചേന്, നോമ്പിൻ്റെ സമയത്തല്ല, പെരുന്നാളിന് വേണ്ടിയിട്ട് മലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ ഒരു 3-4 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സിമ്പിൾ പുഡിങ് ആട്ടോ. ക്രീമും ചീസും
ക്രീം ചീസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കല്ല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടണമല്ലോ, അപ്പം പാലും കണ്ടൻസ്ഡ് മിൽക്കും വെനില എസൻസും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ ചൂടോടുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ആ ടൈമിലേക്ക് ക്രീമും കൂടെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ക്രസാനിൻ്റെ മേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ക്രീമിലിപ്പം ക്രീം ചീസ് ഞാൻ പറഞ്ഞല്ലോ അത്, പിന്നെ അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ തിക്ക് ക്രീം ഉണ്ടല്ലോ അത്. ഇനി അതിന് പകരം വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറച്ച് കുറക്കാം, അതിലൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. മേലെ കുറച്ച് ബിസ്ക്കറ്റ് ഞാനിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ കുട്ടികൾക്ക് നട്ട്സ് ഇഷ്ടമില്ല, അപ്പോൾ ഞാനത് മെല്ലെ ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഈ ക്രീം മാത്രം ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലോണം തണുത്തിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കുക, കഴിക്കുക. ആഹിലും റൈസ്ക്കിലും പള്ളിയിൽ നിന്ന് വന്നിന്. പിന്നെ ഇതാ ഫുഡ് കഴിക്കേണ്ട ടൈമുമായി. അപ്പം ഞാനിതാ എല്ലാം വിളമ്പുന്നതാണ്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് ഐക്യ DFC സൈഡിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐക്യയിൽ പോയിട്ട് കുറേ ആയി കേട്ടോ. DFCയിൽ ഇതിൻ്റെ ഇടയിൽ പോയി എന്തോ ഒരു ഡ്രസ്സ് നോക്കാനേനു, അങ്ങനെ പെട്ടെന്ന് തിരിച്ച് വരിക ചെയ്തത്. ഇപ്പം നോമ്പിനാണെങ്കിലും നോമ്പിൻ്റെ കുറച്ച് മുന്നേ ആണെങ്കിലും എക്സാമും പിന്നെ ഈ പറഞ്ഞ പോലെ നോമ്പും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ കുറേ ടൈമൊന്നും നിൽക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ഐക്യയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും വലിയ ബോറടി ഇല്ലാത്ത സ്ഥലം ഐക്യ. എൻ്റെ ഒരു ഗോ ടു പ്ലേസ് എന്ന് വേണം പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾക്കെല്ലാം ഇഷ്ടമായിരിക്കും അവിടെയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സും പുതിയ പ്രൊഡക്ട്സും ഒക്കെ കാണാൻ. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. What's the movie or TV show I can watch over and over? Vijay. Yeah, Vijay. What is it? Vijay. TV show. Movie or TV show? കറി പിന്നെ ഇന്നലത്തെ ഉണ്ട്, പരിപ്പ് കറി. അപ്പോൾ അതന്നെ എടുത്തിന്. അങ്ങനെ നമ്മൾ ആ ഫുഡെല്ലാം റെഡി ആയിന്. നീ പോയിക്കോ. എന്റെ ഷൂ ബാഗ് ചോറെല്ലാം തിന്നവാടും ഇറങ്ങണം എന്നെല്ലാം വിചാരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ചൂടല്ല ആ ഒരു ടൈമിൽ. അപ്പം എന്തായാലും ഒരു 4 മണി 4:30 കണക്കാം. അപ്പം ഇതും ഏകദേശം ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടിപ്പോൾ കുറേ ആയി. ഐക്യൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയി നിന്നു, പക്ഷേ ഉള്ളിൽ കയറിയിട്ടില്ല. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ലേറ്റ് ആവും എന്നറിയുന്നുണ്ട് നമ്മൾ കയറാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ കുറേ പുതിയ പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ ഷോർട്സിലിട്ടിന് കേട്ടോ കുറച്ച് ഐറ്റംസ് എല്ലാം. ഇതെല്ലാം പുതിയതാണ്. ഇതിൻ്റെ വേറെ ടൈപ്പെല്ലാം ഇതിന് മുന്നേ ഉണ്ടേനു. ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ബൗളുകൾ, ഈ
എന്താ പറയുക പരന്ന പാത്രത്തിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെയുള്ളത്. അപ്പം നല്ല യെല്ലോ കളറിലുള്ള ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ പിന്നെ നോക്കിയിട്ട് വാങ്ങണം. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഷോപ്പിംഗ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്. അതിൽ നമ്മൾ ഐക്കേൻ്റെ തന്നെ താഴത്തെ ഫുഡ് കോർട്ടിലായിട്ട് ഐസ്ക്രീം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തോ ഒരു നിർബന്ധമാണ് ഐസ്ക്രീം വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അവിടുത്തെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതും വാങ്ങി. പിന്നെ കുറച്ച് നേരം DFC കൂടെ ഒന്ന് നടന്നിനു. പിന്നെ നേരെ വീട്ടിലേക്ക് വരിക ചെയ്തിന്. വീഡിയോ ഞാനിതാ ഇവിടെ നിർത്തുന്ന. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.